കേന്ദ്രത്തിനെതിരായ സമരത്തെ ചൊല്ലി നിയമസഭയിലും ഭരണപ്രതിപക്ഷ വാക്പോര്. കേന്ദ്ര ഏജൻസിയെ ഭയന്ന് സമരം സമ്മേളനമാക്കി മാറ്റിയെന്നും ലോകത്തിലാദ്യമായി കടമെടുക്കാൻ നടത്തുന്ന സമരമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. സമരം ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ മറുപടി. കേന്ദ്രാവഗണനയിൽ തനിച്ചെങ്കിലും ദില്ലിയിൽ സമരം നടത്തുമോ എന്ന ചോദ്യവും ഭരണപക്ഷം ഉന്നയിച്ചു. ചോദ്യോത്തരവേളയിലും പിന്നീട് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലും ഡൽഹി സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയിലായിരുന്നു ഭരണപ്രതിപക്ഷ തർക്കം. കേന്ദ്രത്തെ ഭയന്ന സമരത്തിന്റെ രൂപം തന്നെ മാറിയെന്നാരോപിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശനങ്ങൾക്ക് തുടക്കമിട്ടു. നിങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളിപ്പോൾ സമ്മേളനമാക്കി മാറ്റിയിരിക്കുകയാണ്. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് നിങ്ങളുടെ സ്ഥിതി. നിങ്ങളുടെ സാർ ED വന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങൾ സമ്മേളനമാക്കി മാറ്റി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അജണ്ടയായി മാറിയ സമരത്തിൽ എന്തിന് UDF പങ്കെടുക്കണമെന്നായിരുന്നു പ്രതിപക്ഷ ഉപനേതാവിന്റെ ചോദ്യം. ഞങ്ങളെ പ്രക്ഷോഭത്തിന് ഡൽഹിക്ക് പ്രക്ഷോഭത്തിന് വിളിച്ച സമയം എപ്പോഴാണ്? ഇപ്പം എങ്ങനെ പ്രക്ഷോഭത്തിന് വരാൻ കഴിയുമോ ഒന്നിച്ച്? കാരണം ഇപ്പോൾ ഒന്നിച്ച് പ്രക്ഷോഭത്തിന് വരുന്ന സമരമല്ല, നമ്മൾ മത്സരിക്കാൻ പോണ സമയമാണ്. അങ്ങനെ പ്രക്ഷോഭത്തിന് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആകാമായിരുന്നു. നർമ്മം കലർത്തിയായിരുന്നു ലീഗ് MLA PK ബഷീറിന്റെ വിമർശനം. എന്തെങ്കിലും ഒന്ന് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുമ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ കേന്ദ്രത്തിന് സർ, ലോകത്തെ എവിടെയെങ്കിലും സർ കടത്തിന്റെ പരിധി കൂട്ടാൻ വേണ്ടിക്കാണ് പോയി സമരം ചെയ്യുന്നത് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും കേട്ടു? എനിക്കിപ്പോ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ കടം തന്നിട്ട് ബാക്കി ബാങ്ക് തരൂലാണ് ഞാൻ പോയി സമരം ചെയ്തിട്ടുണ്ടോ? അവരുടെ ഇതിലൊക്കെ നമുക്ക് സമരം ചെയ്യണം, പക്ഷെ ഒരു നിലപാട് വേണ്ടേ? കേന്ദ്രവിഹിതം കുറച്ചതിനെ ന്യായീകരിച്ചവർ സഭയിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ വിമർശനങ്ങളെ ധനമന്ത്രി നേരിട്ടത്. ഒപ്പം കേന്ദ്ര അവഗണനയ്ക്കെതിരെ സ്വന്തം നിലയിലെങ്കിലും ഡൽഹിയിൽ പ്രതിഷേധിക്കുമോ എന്നും ധനമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിച്ചു. ഇനിയും സമരം ചെയ്യും. ഫെഡറലിസം ഈ സംസ്ഥാനത്തിന്റെ അവകാശം ചോദ്യം ചെയ്താൽ ഇനിയും സമരം ചെയ്യും. നിങ്ങൾ ഡൽഹി ഞങ്ങൾ നടത്തുന്ന സമരത്തിന്റെ അടുത്ത് വരുന്നില്ല, നിങ്ങൾക്ക് ഉന്നയിക്കാമല്ലോ, ഗാന്ധി പ്രതിപടം ഉന്നയിക്കാമല്ലോ. ഈ പ്രശ്നം പറയണം. അവിടെ ചെന്നിട്ട് കേരളത്തിലെ മന്ത്രിസഭ ആകെ കുഴപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം എന്നാലേ സമരം ചെയ്യേണ്ട കേട്ടോ. ഡൽഹി സമരം സംസ്ഥാന സർക്കാരിന്റെ പ്രധാന രാഷ്ട്രീയ നീക്കമായതിനാൽ സഭാ സമ്മേളനത്തിലുടനീളം സമരത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം.